ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ SIRനെ പറ്റി കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോകളൊക്കെ SIR അത്ര പ്രശ്നമില്ല, വളരെ സിമ്പിളായി നമുക്ക് പൂരിപ്പിക്കാം, അതിൽ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വീഡിയോകൾ ഒരുപാട് വീഡിയോകൾ ആളുകൾ ചെയ്യുന്നുണ്ട്. അത് ആ ഫോം കിട്ടിയവരും അത് ഫില്ലപ്പ് ചെയ്തവരുമായിട്ടുള്ള ഒരുപാട് പേര് ഈ വീഡിയോകൾ ഇറക്കുന്നുണ്ട്. അവരൊന്നും അത് ഇത്ര ഗൗരവം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ SIR അത് ഒരു അപകടം പിടിച്ച സംഭവം തന്നെയാണെന്നും അത് വളഞ്ഞ വഴിയിലൂടെ പൗരത്വം തെളിയിക്കുന്ന അല്ലെങ്കിൽ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വളഞ്ഞ വഴിയുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അടവാണെന്നുമാണ് ഇന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു വരുന്നത്. അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം, സമഗ്രമായ പരിഷ്കരണം വളരെ ഗൗരവമുള്ള ഒന്നാണ്. കാരണം ഒരു പൗരൻ്റെ പൗരത്വമാണ്, സമ്മതിദാന അവകാശമാണ്. അത് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഓരോ ആളും ആരെയും കാത്തു നിൽക്കാതെ വളരെ സിമ്പിളായി ഫോറം പൂരിപ്പിച്ച് കൊടുക്കുകയും ആ ഫോറം പൂരിപ്പിക്കുന്ന കാര്യത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ആവശ്യമുണ്ട് എങ്കിൽ തേടുകയും ചെയ്യണം. പ്രവർത്തകരോട് പറയാനുള്ളത്, തിരഞ്ഞെടുപ്പ് ജോലിയൊക്കെ ആണെങ്കിലും ശരി, അതിനിടയിൽ ഈ വിഷയത്തിൽ ശ്രദ്ധ ഊന്നണം. ഇത് പൗരത്വത്തിലേക്കുള്ള ഒരു വളഞ്ഞ വഴിയാണ്. നിയമ പോരാട്ടം അതിൻ്റെ വഴിക്ക് പോകും. അതൊന്നും ആരും നോക്കി നിൽക്കണ്ട. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പേരിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്പ് ഡെസ്കുകൾ എല്ലാ ബൂത്തിലും തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനകം തുടങ്ങാത്ത സ്ഥലത്തൊക്കെ പ്രവർത്തകർ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങണം. മതേതരത്വത്തിലും എല്ലാവരുടെയും അവകാശത്തിൽ ഒരുപോലെ വിശ്വസിക്കുകയും ചെയ്യുന്ന സർവ്വ കക്ഷിക്കാരോടും എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, വോട്ടവകാശം ലഭ്യമാക്കാൻ ജനങ്ങളെ സഹായിക്കണം. ഓരോ ബൂത്തിലും അതിനുവേണ്ടി സഹായിക്കണം എന്നുള്ളതാണ്. ഒരു ദിവസങ്ങൾ കളയരുത്, കുറഞ്ഞ ദിവസങ്ങൾ മാത്രം, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും അവനവൻ്റെ വോട്ട് ഉറപ്പുവരുത്തണം എന്നപേക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ ഒരു ജാഗ്രത, പലരും ഇതൊക്കെ ഇപ്പോൾ വീഡിയോകൾ വരുന്ന അത്ര പ്രശ്നമില്ല എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ വരുമ്പോൾ പലരും നിസ്സാരവൽക്കരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ല, പലർക്കും വോട്ടർ ലിസ്റ്റിൽ പുതുതായി ചേർക്കേണ്ടവരുണ്ട്. അതുപോലെ പേര്, അഡ്രസ്സ് ഇതൊക്കെ മാറ്റേണ്ടവരുണ്ട്. പല രീതിയിലും ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാണ്. അപ്പോൾ എല്ലാവരും പരമാവധി ഇതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ, ഇത് SIR കറക്റ്റായി പൂരിപ്പിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പലയിടത്തും പല ഹെൽപ്പ് ഡെസ്കുകളും ഉണ്ട്. ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതിലൊക്കെ അറിയാത്തവർ ബന്ധപ്പെടുക. ഇതൊരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇപ്പം നമുക്ക് പലപ്പോഴും സിമ്പിളായി തോന്നുമെങ്കിലും ഇത് ഒരു നമ്മളെ ഭാവിയിൽ ഒരു കൊടുക്കാനുള്ളൊരു പദ്ധതി കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി എല്ലാവരും ഇതിൽ ആക്റ്റീവ് ആവണം എന്ന് നമ്മൾ ഇതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ തന്നെ നമ്മളും കരുതുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.